അടുത്തത് വന്നിട്ട് സന്താനം. സന്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്തുച്ചരിക്കുമ്പോൾ അവിടെ ഒരു ഉച്ചാരണ വ്യത്യാസം വരും. അതിനെയാണ് ശരിക്കും സന്താനം അല്ലെങ്കിൽ സന്ധി എന്ന് പറയുന്നത്. സന്ധി ചേർത്തുച്ചരിക്കുക എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമഃ ശിവായ, നമഃ ശിവായ. അതിനെ നമ്മൾ ഉച്ചരിക്കാൻ നമശിവായ എന്ന് ഉച്ചരിക്കില്ല, നമശിവായ. ആ വിസർഗവും അടുത്ത അക്ഷരവും കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഉച്ചാരണ വ്യത്യാസം വരും. ആ ശ ഇരട്ടിച്ച് ഷാവും. അപ്പോ നമശിവായ, നമഃ ശിവായ, നമശിവായ. ഇതാണ് സന്ധി, വിസർഗസന്ധി എന്ന് പറയും. ഈ സന്ധിക്ക് സന്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ രണ്ട് വാക്കുകൾ തമ്മിൽ ചേർത്തുച്ചരിക്കുമ്പോൾ അവിടെ ഒരു ഉച്ചാരണ വ്യത്യാസം വരും. അതിനെയാണ് ശരിക്കും സന്താനം അല്ലെങ്കിൽ സന്ധി എന്ന് പറയുന്നത്. സന്ധി ചേർത്തുച്ചരിക്കുക എന്ന് പറയും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമഃ ശിവായ, നമഃ ശിവായ. അതിനെ നമ്മൾ ഉച്ചരിക്കാൻ നമശിവായ എന്ന് ഉച്ചരിക്കില്ല, നമശിവായ. ആ വിസർഗവും അടുത്ത അക്ഷരവും കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഉച്ചാരണ വ്യത്യാസം വരും. ആ ശ ഇരട്ടിച്ച് ഷാവും. അപ്പോ നമശിവായ, നമഃ ശിവായ, നമശിവായ. ഇതാണ് സന്ധി, വിസർഗസന്ധി എന്ന് പറയും. ഈ സന്ധിക്ക് വേണ്ടിയിട്ടും